വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കരകയറി കടൽ. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കടൽക്ഷോഭം. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും തൃശൂരിലും കടലേറ്റമുണ്ടായി. ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിലാണ് കടലേറ്റമുണ്ടായത്. തൃശൂർ പെരിഞ്ഞനം ബീച്ചിൽ മത്സ്യബന്ധന സാമഗ്രികൾക്ക് കേടുപാടുണ്ടായി. തിരുവനന്തപുരം കരിങ്കുളത്ത് വീടുകളിൽ വെള്ളം കയറി. ഞങ്ങൾ പല പ്രാവശ്യവും ചെന്ന് കളക്ട്രേറ്റിലും മറ്റുള്ളിടത്തും എല്ലാം ചെന്ന് കിടന്ന് സമരം ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ അവർ ഒരു കാര്യത്തിനു വേണ്ടി അവർ വന്നിട്ടില്ല. ചുമ്മാ ഇങ്ങനെ വന്ന് നോക്കും, അങ്ങ് പോകും. അല്ല, കല്ലിടലൊന്നും അവർ നടത്തുന്നില്ല. ഇന്നാൾ വന്ന് കുറച്ച് ഒരു വർഷത്തിന് മുന്നേ വന്ന് കുറച്ച് പൂ കൊണ്ട് വന്നിട്ടേച്ചും പോയി, ഉദ്ഘാടനമെന്നും പറഞ്ഞ്. ആ പൂവിട്ടേച്ചും പോയ ആളുകളെ പിന്നെ കണ്ടിട്ട് പോലുമില്ല. വോട്ടിന് മാത്രം അവർ വരും. 15 സെൻറ്റ് സ്ഥലവും ഒരു 5-6 മുറിയുടെ വാർത്ത വീടുവാണ്. 10 ലക്ഷം രൂപ അവർ തരത്തുള്ളൂ ഇത് കൊടുത്താൽ. എന്നാൽ 10 ഇങ്ങോട്ട് തന്നേ ഞങ്ങൾ എവിടെയെങ്കിലും പോയി 2 സെൻറ്റെങ്കിലും മേടിച്ച് എവിടെയെങ്കിലും കിടക്കത്തില്ലേ? അതും തരുന്നില്ല. ഞങ്ങൾ ക്യാമ്പിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ബാത്റൂമും കാര്യവും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വാടകയ്ക്കാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കിടക്കാനിടമില്ലാതിരിക്കുക. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞങ്ങളുടെ വീട് 10-15 ലക്ഷം രൂപ മുടക്കി വെച്ച വീടായിരുന്നു. അതാണ് കല്ല് പോലും ഇട്ട് തരാതെ അവർ ഞങ്ങളുടെ വീടെല്ലാം കടലെടുത്ത് പോയി. ഇപ്പോഴും ഞങ്ങളിനി എന്ത് ചെയ്യും? ഞങ്ങൾക്ക് സ്ഥലം പോലും കിട്ടുന്നില്ല. ഞങ്ങൾ ആകെപ്പാടെ ദുരിതത്തിലാണ്. വോട്ട് ചോദിക്കാൻ വേണ്ടി എല്ലാവരും വരും. BJP-ക്കാർ വരും, കോൺഗ്രസ്സുകാർ വരും, പിന്നെ CPM-കാർ വരും. ആരോട് പറയാനാ? വോട്ടിൻ്റെ സമയത്ത് എല്ലാവരും വരും, വന്നിട്ടങ്ങ് പോകും. എല്ലാവരും വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്. സ്ഥലം കാണേ 10 ലക്ഷം രൂപ തരും. എന്തിനാ 10 ലക്ഷം രൂപ? പൊഴിയൂരിൽ നിന്ന് വിവരങ്ങളുമായി MG പ്രതീഷും പൂന്തുറയിൽ നിന്ന് അഖിൽ ഷാ അൻസാറും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, പല വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യം, പലയിടങ്ങളിലും മത്സ്യബന്ധന സാമഗ്രികൾ നശിക്കുന്ന സാഹചര്യം. എന്താണ് മത്സ്യത്തൊഴിലാളികൾ പ്രതികരിക്കുന്നത്? ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസത്തെ അവരെങ്ങനെയാണ് കാണുന്നത്? മത്സ്യത്തൊഴിലാളികൾ അതിൽ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്? പ്രതീഷ്, റിജിത്ത്, തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ ഉച്ച മുതൽ ശക്തമായ കടൽക്ഷോഭമാണ്. പക്ഷേ തിരുവനന്തപുരം പൊഴിയൂർ മേഖലയിലാണ് ഈ തിരമാലകൾ, കടലാക്രമണവും ഒപ്പം അത്തരത്തിൽ ഉയർന്ന തിരമാലകളും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പൊഴിയൂരിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഉയർന്ന തിരമാലകൾ വീടുകളിലേക്കടക്കം അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ്. റോഡുകളടക്കം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും വളരെ അപകടാവസ്ഥയിലാണ് പല ഇടങ്ങളിലും കഴിയുന്നത്. വലിയ പരാതികൾ, വലിയ ആരോപണങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത്രത്തോളം ഒരു ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ടും ഈ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ആരും നൽകിയില്ല. ഒപ്പം തങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി ആരും എത്തിയില്ല തുടങ്ങിയ വലിയ ഗുരുതരമായിട്ടുള്ള പരാതികൾ, ആരോപണങ്ങൾ അടക്കം മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. വലിയ കടലാക്രമണം ഇപ്പോഴും ഈ പൊഴിയൂർ മേഖലകളിൽ തുടരുന്നുണ്ട്. നിരവധി കുടുംബങ്ങൾ ഈ തീരമേഖലയോട് ചേർന്നാണ് താമസിക്കുന്നത്. ഇവർ ഇപ്പോഴും ഈ വീടുകൾ തന്നെ തുടരുന്നുണ്ട്. വരും മണിക്കൂറുകളിലും കടലാക്രമണം രൂക്ഷമായാൽ അത് കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ പോകും. മത്സ്യത്തൊഴിലാളികളെ ക്യാമ്പുകളിലേക്കടക്കം മാറ്റുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുള്ള നടപടികൾ ഇനിയും ഉണ്ടായിട്ടില്ല. ഈ നേരം ഇരുട്ടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇനി നേരം വൈകിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരു ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന സാഹചര്യം വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ വലിയ ഗുരുതരമായിട്ടുള്ള പരാതികളാണ്, വിമർശനങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന കാര്യം. പൊഴിയൂർ മേഖലയിൽ ഈ കടലാക്രമണം ഒപ്പം ഈ തീര ശോഷണമടക്കം നിരവധി പരാതികൾ നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വച്ചതാണ്. കൃത്യമായ പാർശ്വഭിത്തിയില്ല, ഒപ്പം ഈ ഉയർന്ന തിരമാലകളെ പ്രതിരോധിക്കുന്നതിനുള്ള കടൽഭിത്തി അടക്കം ഇല്ലാത്തതാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. ഈ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ഈ തീരമേഖലയിലോട് ചേർന്ന അപകടാവസ്ഥയിൽ താമസിക്കുന്ന സാഹചര്യമാണ് പൊഴിയൂരിൽ പറയാനുള്ളത്. ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത ഉണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഒരു സ്വാഭാവിക നടപടിയാണ് എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ വേലിയേറ്റ സമയത്ത് ഇത്തരത്തിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുമ്പോഴും ചില മേഖലകളിൽ അത് വളരെ ഗുരുതര അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമാണ് എന്തായാലും നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ജനപ്രതിനിധികൾ ഒപ്പം സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ട് അപകടാവസ്ഥയിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട സാഹചര്യമാണ് തിരുവനന്തപുരം പൊഴിയൂരിൽ നിന്ന് പറയാനുള്ളത്. ഒപ്പം തിരുവനന്തപുരത്തെ മറ്റ് തീരമേഖലകളിലും സമാനമായ കടലാക്രമണമുണ്ട്. പക്ഷേ അതൊരു അപകടാവസ്ഥയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആളുകളെ ബാധിക്കുന്ന തരത്തിലേക്ക് മറ്റിടങ്ങളിലേക്ക് പോയിട്ടില്ല. അതേസമയം അഞ്ചുതെങ്ങ്, തുമ്പ, ഒപ്പം ഈ മുതലപ്പൊഴി മേഖലകളിലും കടലാക്രമണമുണ്ട്. അത് ഗുരുതരമായ ഒരു സാഹചര്യം ഇല്ല. പക്ഷേ ചിലയിടങ്ങളിലാണ് അത് ജനജീവിതത്തെ വളരെ ഗുരുതരമായി
ബാധിച്ചിരിക്കുന്നത്. റീജിത്ത്. ശരി, എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പൊഴിയൂരിൽ നിന്ന്. പൂന്തുറയിൽ നിന്ന് അഖിൽ ഷാ അൻസാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖിൽ ഷാ, പൂന്തുറയിലെ സാഹചര്യം എന്താണ്? അവിടെ നിന്ന് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ മാറി താമസിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത് അഖിൽ ഷാ? വിജിത്ത്, പൂന്തുറയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കടൽ വീടുകൾക്കുള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായും ദുരിതം അനുഭവിക്കുന്നവർ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. അതായത് നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് ഈസ്റ്റർ ദിവസം ആയതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ മത്സ്യബന്ധന യാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ കരക്കടുപ്പിച്ച ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അവർ പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ ഇത്തരത്തിൽ വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാവുകയും അതിന് പിന്നാലെ വലിയ രീതിയിൽ വെള്ളം കരയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വള്ളങ്ങൾ ഉൾപ്പെടെ അടുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്കൊക്കെ വലിയ രീതിയിൽ വെള്ളം എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഇനിയും ഇത്തരത്തിൽ കടൽക്ഷോഭം ശക്തമായാൽ അവരുടെ വള്ളങ്ങൾക്ക് അവരുടെ യാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വലിയ നാശനഷ്ടം ഉണ്ടാകുമോ എന്നുള്ളൊരു വലിയ ആശങ്ക മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് ഈ സംഭവം നടക്കുമ്പോൾ ചില മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ വള്ളങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്യുമ്പോൾ ഈ വള്ളത്തിന്റെ പല ഭാഗങ്ങളും തട്ടി മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഇവർ വളരെയധികം ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. കാര്യം കടൽക്ഷോഭം നമുക്കിപ്പോൾ ഈ കടലിന്റെ ദൃശ്യത്തിൽ തന്നെ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. തീരെ സാധാരണമല്ലാത്തൊരു നിലയിലാണ് കടൽ ഇപ്പോൾ ഈ കടൽ തിരമാല ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാകുന്നു. കടലാക്രമണത്തിലേക്ക് അത് വലിയൊരു രീതിയിലേക്ക് കുറെ കൂടി ശക്തമായാൽ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൂന്തുറയും എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ആശങ്കയാണ് പൂന്തുറയിലെ മത്സ്യത്തൊഴിലാളികൾ പ്രകടിപ്പിക്കുന്നത്. ശരി, പൂന്തുറയിൽ നിന്ന് അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിൽ മാത്രമല്ല ആലപ്പുഴയിലും തൃശ്ശൂരിലുമൊക്കെ കടലേറ്റമുണ്ടായിരിക്കുന്നു. ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞുവഴി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിലാണ് കടലേറ്റമുണ്ടായത്. തൃശ്ശൂരിലാണെങ്കിൽ അത് പെരിഞ്ഞനം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് കടലേറ്റം രൂക്ഷമായത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ അധിക പണം കടമെടുക്കാനുള്ള കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയിൽ സുപ്രീം കോടതി നാളെ ഉത്തരവിടും. ജസ്റ്റിസ് സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഒരു ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം കണ്ടുകൂടെ എന്നുള്ള സുപ്രീം കോടതിയുടെ മുമ്പത്തെ ചോദ്യം, പക്ഷേ അതൊന്നും പരിഹാരം കാണാത്ത സാഹചര്യം. പിന്നീട് വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും വലിയ വാദപ്രതിവാദങ്ങൾ നമ്മൾ കോടതിയിൽ കാണുകയും ചെയ്തു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളെ നിർണായകമായ ദിനമായി മാറുന്നു. ഉത്തരവ് എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം അച്യുതൻ? റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും നാളെ. കാരണം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു തുറന്ന പോര് അത് കോടതി മുറിക്കുള്ളിൽ നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നത് ചർച്ചയുടെ വഴികളായിരുന്നു. അങ്ങനെ 2 തവണ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചകളെല്ലാം പൂർണ്ണ പരാജയമായിരുന്നു. ഒടുവിൽ കേരളം ഈ അധിക കടമെടുപ്പായി ആവശ്യപ്പെട്ടത് 19,351 കോടി രൂപയായിരുന്നു. പക്ഷെ അതിൽ കേന്ദ്രം പ്രതികൂലമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അറിയിച്ചത്. പകരം സുപ്രീം കോടതിയുടെ പ്രകാരമുള്ള 13,608 കോടി കടമെടുക്കുവാനുള്ള അനുമതി ലഭിക്കുകയും അതിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും അധിക തുക കടമെടുക്കാൻ സംബന്ധിച്ച ചർച്ചകൾ ഫലം കാണാതെ വന്നതോടുകൂടിയാണ് ഇതിൽ വിശദവാദം കേട്ടുകൊണ്ട് ഉത്തരവ് പറയാനായി സുപ്രീം കോടതി മാറ്റിയത്. എന്തായാലും ആ ഉത്തരവ് നാളെ വരും. ജസ്റ്റിസ് സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചായിരിക്കും ആ ഉത്തരവ് പുറപ്പെടുവിക്കുക. ആ ഉത്തരവ് വരുമ്പോൾ അത് കേരളത്തിന് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ എന്നുള്ളതാണ് ഈ കാത്തിരുന്ന് കാണേണ്ടത്. കാരണം സാമ്പത്തിക വിഷയങ്ങളിലടക്കം ഇടപെടാൻ പരിമിതികളുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ ഈ ഒരു വാദം കേട്ട സമയത്ത് പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് എത്രത്തോളം അനുകൂലമായ ഒരു വിധി കേരളത്തിന് പ്രതീക്ഷിക്കാമെന്നടക്കം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. റീജിത്ത്. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സുപ്രീം കോടതിയുടെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് നാളെ. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയെ കുത്തിക്കൊന്നു. നിരപ്പ് സ്വദേശി സിംന സക്കീറാണ് മരിച്ചത്. ആക്രമണം നടത്തിയ ഷാഹുൽ അലിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. ചികിത്സയിലുള്ള പിതാവിനെ കാണാനാണ് സിംന ആശുപത്രിയിൽ എത്തിയത്. കുറച്ച് ദിവസം മുമ്പ് അവള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്നാൽ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവർ പരാതി കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ പുറകെ വന്ന് ഇപ്പോൾ അറ്റാക്ക് ചെയ്തത്. അവൻ താഴെ എൻ്റെ തറവാട്ടിൽ വന്നിട്ട് വീടൊക്കെ ഡോറൊക്കെ ചവിട്ടി പൊളിച്ചിട്ടുണ്ട് പ്രാവശ്യം. അതൊന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു 3-4 കൊല്ലം ആയെന്ന് തോന്നുന്നു. ശല്യപ്പെടുത്താൻ വന്നില്ലേ ഇച്ചിരി പുള്ളി കഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നം. പിന്നെ വായിൽ തോന്നണൊക്കെ പറയാറുണ്ട്. വന്നപ്പോഴത്തേക്കും കാണാൻ പറ്റിയില്ല. അങ്ങനെ കത്തിക്ക് കുത്തിയെന്ന് പറഞ്ഞു.
വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, നടക്കുന്ന വാർത്തയാണെന്ന് പുറത്തു വന്നത്. സിംനയും ഈ ഷാഹുൽ അലിയും തമ്മിൽ പരിചയമുണ്ട് എന്ന് പോലീസ് പറയുന്നു. എന്താണ് ഈ കൊലപാതകത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ വിഷ്ണു? വിജിത്ത്, കൊലപാതക കാരണവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പ് സിംനയുടെ സഹോദരൻ പ്രതികരിച്ചത് സിംനയെ ഈ ഷാഹുൽ അലി അയാൾ നിരന്തരം ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സിംന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്തി ശല്യപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഷാഹുലിനെതിരെ ഒരു പരാതി നൽകാൻ ആവശ്യപ്പെടുകയും അത്തരത്തിൽ പരാതി സിംന നൽകി എന്നുള്ളതാണ് സഹോദരൻ വെളിപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൈരാഗ്യമായിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. പക്ഷേ പോലീസ് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇരുവരും തമ്മിൽ പരിചയമുണ്ടായി എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം തരുന്നുണ്ട്. ഇന്ന് 3 മണിയോടുകൂടിയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. സിംനയുടെ പിതാവ് കുറച്ച് ദിവസമായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിതാവിനെ കാണുന്നതിന് വേണ്ടിയാണ് സിംന ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയത്. ഇത് നേരത്തെ അറിഞ്ഞ് മുൻകൂട്ടി കയ്യിൽ ആയുധവുമായാണ് ഈ ഷാഹുൽ അലി ഇങ്ങോട്ടേക്ക് എത്തിയത്. തുടർന്ന് ഈ കുട്ടികളുടെയും സ്ത്രീകളുടെയും വാർഡിൽ വെച്ചാണ് സിംനയെ ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചത്. കഴുത്തിനും അതോടൊപ്പം തന്നെ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിലുമാണ് കുത്തേറ്റത്. തുടർന്ന് അവിടെ വെച്ച് തന്നെ സിംന മരിക്കുകയും ചെയ്തു. അവിടെ നിന്ന് പ്രതി ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലും വ്യാപകമായ തെരച്ചിലിലുമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ കത്തി കൊണ്ട് അയാളുടെ കൈക്കും വിവിധ തരത്തിലുള്ള പരിക്കുകളുണ്ട്. അയാളെ നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ കൊലപാതക കാരണം വിശദമായി പോലീസ് പരിശോധിക്കുകയാണ്. നേരത്തെ ഈ സിംന താമസിക്കുന്ന വീട്ടിൽ ഉൾപ്പെടെ എത്തി ഈ പ്രതി ശല്യം ചെയ്തിരുന്നു. വീടിന്റെ കഥകൾ ഉൾപ്പെടെ ചവിട്ടിപ്പൊളിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ പരാതിപ്പെടേണ്ടതില്ല എന്ന് സിംന പറഞ്ഞൊരു പശ്ചാത്തലത്തിലാണ് തങ്ങൾ പരാതിയുമായി പോകാതിരുന്നത് എന്ന് കുടുംബം പറയുകയുണ്ടായി. പക്ഷേ പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകാനും ഈ കരുതിക്കൂട്ടി കത്തിയുമായി എത്തി സിംനയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്നുള്ളതിൽ ഒരു ഔദ്യോഗിക വ്യക്തത പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. സിംനയുടെ മൃതദേഹം നിലവിൽ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിദാരുണമായ സംഭവം ജനറൽ ആശുപത്രിയിലെ നടുത്തളത്തിലാണ് ഈ കൊലപാതകം സംഭവിച്ചത്. റിജിത്ത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇന്ത്യ മുന്നണി നേതാക്കൾ ഒരേ വേദിയിൽ. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയോപകരണമാക്കുന്നുവെന്ന് ആരോപിച്ച് ഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടനമായി. 400 സീറ്റുകൾക്ക് വേണ്ടി BJP കോർപ്പറേറ്റുകളുമായി ഒത്തുകളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. तो ये जो चुनाव है, ये चुनाव कोई मामूली चुनाव नहीं है. ये चुनाव हिंदुस्तान को बचाने का, संविधान को बचाने का और जो गरीबों का हक है, किसानों का हक है, पिछड़े वर्गों का, दलितों का, आदिवासियों का, गरीब जनरल कास्ट के लोगों का हक है, उसको बचाने का हक है, उसको बचाने का चुनाव है. ED കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ വേദിയിൽ വായിച്ചു. വോട്ട് തരണമെന്നല്ല, പുതിയ ഭാരതത്തെ നിർമ്മിക്കണമെന്നാണ് താൻ ആവശ്യപ്പെടുന്നതെന്ന് കെജ്രിവാൾ. आपके केजरीवाल शेर है, शेर. ये ज्यादा दिन तक उनको जेल में नहीं रख पाएंगे. करोड़ों लोगों के दिल में बसे हैं केजरीवाल. भारत में ये तानाशाही नहीं चलेगी. हम लड़ेंगे, जीतेंगे. इंडिया अलायंस के लोगों का भी, साथियों का तहे दिल से धन्यवाद करती हूं कि इस घड़ी में आप सब हमारे साथ खड़े हैं. അതേസമയം അഴിമതിക്കാരുടെ സഖ്യമാണ് പ്രതിപക്ഷ മുന്നണിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. അഴിമതിക്കാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നതിൽ ചിലർ പരിഭ്രാന്തരാണ്. എന്നാൽ ഇവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് പോലും ജാമ്യം ലഭിക്കുന്നില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मोदी पूरी ताकत से भ्रष्टाचार के खिलाफ लड़ाई लड़ रहा है, तो इन लोगों ने मिलकर एक इंडी गठबंधन भी बना लिया है.
इनको लगता है कि मोदी इनसे डर जाएगा, लेकिन मेरे लिए मेरा भारत मेरा परिवार है। और इसलिए बड़े बड़े भ्रष्टाचारी आज सलाखों के पीछे हैं। सुप्रीम कोर्ट तक जमानत नहीं मिल रही है। നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ട എന്ന വിമർശനവുമായി ഇന്ത്യ സഖ്യം നടത്തിയ പ്രതിഷേധത്തിൽ 28 പ്രതിപക്ഷ പാർട്ടികളെ അണിനിരത്താൻ സഖ്യത്തിന് കഴിയുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്രത്തോളം ഊർജ്ജം അത് ഇന്ത്യ സഖ്യത്തിന് നൽകുന്നുണ്ട്? BJPയെ കടന്നാക്രമിച്ചുള്ള, കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുള്ള നേതാക്കളുടെ പ്രതികരണം, തൊട്ടു പിന്നാലെ സഖ്യത്തെ പരിഹസിച്ചുകൊണ്ട് അഴിമതിക്കാരുടെ സഖ്യം എന്ന പരിഹാസവുമായി പ്രധാനമന്ത്രിയുടെ പ്രതികരണവും പുറത്തുവന്നു. വിവരങ്ങൾ എങ്ങനെയാണ് നിതിൻ അംബുജൻ? രജിത്, ചരിത്രപ്രസിദ്ധമായ രാംലീല മൈതാനത്ത് ഇന്നൊരു ചരിത്രം പിറന്നു എന്നാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യം രൂപീകരിച്ച ശേഷം ആദ്യമായിട്ടാണ് 28 പാർട്ടികളിലെ നേതാക്കൾ ഒരുമിച്ച് ഒരു വേദിയിൽ എത്തുന്നത്. അതും കെജ്രിവാളിന്റെ അറസ്റ്റും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ നടപടിക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ ഒരുമിച്ച് ഒരു വേദിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസകരവും ആത്മവിശ്വാസം നൽകുന്നതാണ്. പല സംസ്ഥാനങ്ങളിലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ, പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ NCP, ശിവസേന ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഡൽഹിയിൽ എത്തിക്കാൻ കഴിഞ്ഞതും. ഇന്നത്തെ ഈ പരിപാടിയിൽ, ഈ പ്രതിഷേധ പരിപാടിയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഓരോ നേതാക്കളും ഇന്ന് പ്രസംഗിച്ചത്. 400 സീറ്റുകൾ നേടാനായി മോദി മാച്ച് ഫിക്സിംഗ് നടത്തുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി വിമർശിച്ചത്. അതോടൊപ്പം തന്നെ നവഭാരതം സൃഷ്ടിക്കാനായി എല്ലാവരുടെയും പിന്തുണ അത് ഉറപ്പാക്കണം എന്നൊരാവശ്യപ്പെട്ടുള്ള ഒരു അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം ഇന്ന് ഭാര്യ സുനിത കെജ്രിവാൾ രാംലീല മൈതാനത്ത് വെച്ച് വായിക്കുകയും ചെയ്തു. എന്തായാലും സുനിത കെജ്രിവാൾ പ്രസംഗിക്കവേ വലിയ ആരവമാണ് ഇന്ന് വേദിയിൽ ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ തന്നെ തുടരും എന്ന സന്ദേശം ഇന്ന് ആം ആദ്മി പാർട്ടി നൽകുകയും ചെയ്തു. അതേസമയം രാവണനോട് ഉപയോഗിച്ചായിരുന്നു ഇന്നത്തെ രാംലീല മൈതാനത്തെ ഈ പരിപാടിയിൽ പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. കൂടാതെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു പോരാട്ടം അത് രാംലീല മൈതാനത്ത് ആരംഭിക്കുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ. ശരി, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും 28 പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചൊരു വേദിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അണിനിരക്കുന്നു ഡൽഹി രാംലീല മൈതാനത്ത്. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്. ഇനി ഇലക്ഷൻ സ്റ്റണ്ടുമായി പ്രേക്ഷകർക്കൊപ്പം S. വിജയകുമാറും പ്രജിൻ സി കണ്ണനുമെത്തും. നമസ്കാരം.